ഹലോ 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 ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ മച്ചന്മാരെ, നമ്മൾ ചെറിയ റൈഡ് പോവുകയാണ്. ഞാൻ ഏകദേശം ഒരു 4-5 ദിവസം കൂടി ഇവിടെ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ നേരെ ദുബായിലോട്ട് തിരിച്ച് കയറും. അപ്പോൾ അധികമൊന്നും കറങ്ങാൻ പറ്റിയില്ല ബൈക്ക് എടുത്തുകൊണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ നമ്മുടെ ക്ലബ്ബിലൊരു പയ്യുണ്ട്, നമ്മുടെ കട്ടച്ചങ്കാണ്, ചെക്കനെയും കൊണ്ട് അശ്മീർ. അപ്പോൾ അവനെയും കൊണ്ട് ആ ചുമ്മാ ഒന്നും ഇങ്ങനെ കയറാൻ എഴുതി സോളോ അടിക്കാമെന്ന് കരുതി. ഇപ്പോൾ അവൻ്റെ വണ്ടിയുടെ ഫ്രണ്ട് ടയർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടാളും ജസ്റ്റ് ഒന്നിങ്ങനെ ഇറങ്ങാമെന്ന് കരുതി. അപ്പോൾ എൻ്റെ വണ്ടിയിൽ അപ്പോൾ അങ്ങനെ മാറി മാറി ഓടിക്കാം. അപ്പോൾ എനിക്ക് കുറച്ച് വീഡിയോസും പിക്കൊക്കെ അടിക്കണം. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഒരു മുട്ടക്കൊന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അതിലൊന്ന് പോയിട്ട് പടച്ച് പൊടി പറിപ്പിക്കാം. മഴ പെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫുള്ള് സ്ലഷ് ആയിരിക്കും, അപ്പോൾ ഫുള്ള് സ്ലിപ്പറി ആയിരിക്കും അപ്പോൾ ഏരിയ. അപ്പോൾ ചിലപ്പം സ്കിപ്പ് അടിക്കും, വേറെ എവിടെയും നോക്കും. സോ മഴയൊന്നുമില്ല, നല്ല എന്താ പറയുക ഡസ്റ്റ് ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ കയറിയിട്ട് ഒന്ന് പുഴിമണ്ണ് ഇളക്കണം. ഇതാണ് പ്ലാന്. അതെല്ലാം നടന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ട് നമ്മുടെ സ്ഥിരം ഓഫ് റോഡ്, ഹാർഡ് കോർ ഓഫ് റോഡ് നമ്മൾ കക്കാടം പോയി പോകും. ഇതാണ് പ്ലാന്. സോ സ്റ്റേ ട്യൂൺ. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണൊക്കെ ഞെക്കുക. അപ്പോൾ നമ്മളങ്ങനെ കയറ്റി വിടുകയാണെന്ന് നമുക്ക് കുറേ വീഡിയോസും കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ട്രാവൽ വീഡിയോസ് ചെയ്യാൻ പറ്റും, എല്ലാം ചെയ്യും. ലൈഫ് സ്റ്റൈൽ വീഡിയോസ് ചെയ്യും. ഇന്ന വീഡിയോ ഒന്നുമില്ല, എല്ലാം ചെയ്യും നമ്മൾ. അപ്പോൾ ഞാനും ക്യാമറയുടെ മുന്നിൽ സംസാരിച്ച് ഇങ്ങനെ റെഡിയായി വരുന്നുള്ളൂ. അപ്പോൾ ഇതൊരു തുടക്കക്കാരാണ്. നമ്മൾ ഏകദേശം 2011 ടൈമിൽ ചാനലുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോ കണ്ടൻറ്റും വീഡിയോസും ഇത് കിട്ടുന്നുണ്ടായിരുന്നു. പിന്നെ റിമൂവ് ചെയ്ത് കളഞ്ഞ് ഞാൻ കുറേ ഷോർട്ട് ഫിലിമൊക്കെ ഉണ്ടാക്കിയായിരുന്നു ആ ഒരു ടൈമിൽ. അതൊക്കെയായിരുന്നു ട്രെൻഡ്. പിന്നെ അങ്ങനെ റിമൂവ് ചെയ്ത് കളഞ്ഞു. പക്ഷേ എന്താ വെച്ചാൽ നമ്മൾ അത്രയും ഫോക്കസ്ഡല്ല. പിന്നെ പഠിത്തം, ജോലി അങ്ങനെ ചെയ്തിട്ട് അങ്ങനെ ലൈഫ് അങ്ങനെ മുന്നോട്ട് പോയി. ഇപ്പോഴാണൊന്ന് നമ്മൾ ഓക്കെ നമ്മുടെ പാഷനിലേക്ക് തിരിച്ചു വരാൻ തുടങ്ങി. കാരണം ലൈഫ് ഇങ്ങനെ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ജോലി തേങ്ങാൻ വാങ്ങാൻ അങ്ങനെ പോകണം. നമുക്ക് നമ്മുടെ പാഷനൊക്കെ വിട്ടുപോയി. അത് എന്തോ ഒരു എറർ എവിടെയൊക്കെ ജീവിതം ഒരു പകുതി എത്തിയപ്പോൾ. അപ്പോൾ എല്ലാം തിരിച്ചു പിടിക്കുക നമ്മളിപ്പോൾ. സോ സ്റ്റേ ട്യൂൺ. എല്ലാവരും എൻജോയ്, ഹാപ്പി ആയിട്ടിരിക്കുക. ഞാനും അപ്പോൾ വഴിയായി ഞാൻ അങ്ങനെ വീഡിയോസൊക്കെ കാണിച്ചു തരാം. അപ്പോൾ അങ്ങനെ ആ വീഡിയോ റെക്കോർഡ് ചെയ്ത് കുറച്ച് ക്രൈസ് തിങ്സ് എനിക്ക് ഷൂട്ട് ചെയ്യണമെന്നുണ്ട്. അവനെ വെച്ചിട്ടും എനിക്കും അവൻ ഷൂട്ട് ചെയ്തോളൂ അടിപൊളിയായിട്ട്. അപ്പോൾ കാണാം. ഫുള്ള് ചെളിയാട്ടോ, ബൈക്ക് ഫുള്ള് ചെളിയാണ്. നല്ല മഴ ചെയ്തിട്ടുണ്ടായിരുന്നു 2 ദിവസം മുന്നേ. പിന്നെ ക്ലീൻ ആക്കിയിട്ടില്ല. സോ ഇനി നോക്കിയിട്ട് കാര്യമില്ല, നേരെ വിടാം. ലൂബ് അടിക്കണം. ഇവിടെ ചെയിൻ ക്ലീനിങ്ങും ലൂബും ഉണ്ട് ബ്രദറിൻ്റെ. ലൂബ് അടിക്കണം എന്നുണ്ടെങ്കിൽ സാധനം പൊക്കണം. ഒരാളെ സഹായമില്ലാതെ നടക്കില്ല. ജാക്കുണ്ടെങ്കിൽ അടിപൊളിയാണ്. ജാക്കില്ലാത്ത സ്ഥിതിക്ക് ഇത് പൊക്കിൽ കുറച്ച് പൊക്കണം. നോക്കട്ടെ, ആശുമിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. സൂയിസൈഡ് പോയിൻ്റ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അനീസൊക്കെ ആയിട്ട് പോയ അടിപൊളി വ്യൂ ആട്ടോ ഈ ഏരിയ. ഒരു രക്ഷയില്ലാത്തൊരു ഏരിയ ഉണ്ടാകുമ്പോൾ ഫുള്ളിങ്ങനെ വളവുകളും ഇതൊക്കെ ആയിട്ട് നമ്മുടെ വാഗപ്പൂ മരങ്ങളൊക്കെ ആയിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാൻ കുട്ടിക്കാച്ചി സ്പോട്ടാട്ടാകുമ്പോൾ. കറക്റ്റ് എക്സാക്റ്റ് ലൊക്കേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ സൂയിസൈഡ് പോയിൻ്റ് എത്തുന്നതിൻ്റെ മുന്നേ കുറച്ച് കലിമരങ്ങൾ, അതിൻ്റെ തൊട്ട് മുന്നിലുള്ള കുറച്ച് ഏരിയാസാണ് ഇവിടെ. ഇവിടെ നല്ല ഫോഗൊക്കെ ഉണ്ടാവാറുണ്ട്, അന്യ ഫോഗൊക്കെ അടിപൊളിയാകുമ്പോൾ മഴക്കാലത്തൊക്കെ ഈ ഏരിയയിൽ കൂടി വരികയാണെന്നുണ്ടെങ്കിൽ. അതെ, നമ്മളങ്ങനെ ഫൈനലി വന്നിട്ടും പോയിട്ടും യുക്കാലി മരങ്ങളുടെ അവിടെ എത്തി. ഇറങ്ങൂളല്ലേ?
നമ്മൾ ഓട്ടി മൊട്ടക്കൊന്ന് കഴിഞ്ഞ് വേറെ റൂട്ട് പിടിച്ചിങ്ങനെ പോയിട്ടാണ് ഹെൽമെറ്റ് ഇങ്ങനെ ഊരിയാൽ ഒരേ വൈബാണ് സ്പോട്ട്. നമുക്ക് വഴി നമുക്കൊരു വേറെ കുറെ പിള്ളേരെ കിട്ടില്ല. നിലമ്പൂരിലെ പിള്ളേരാണ്. എനക്കറിയണോ ഓൾറെഡി ചെക്കനെ അറിയണ പിള്ളേരാണ്. നമ്മളെ കൂടെ കക്കാടംപൊയിൽ ട്രയൽസ് ഒക്കെ അടിച്ച ഉണ്ടല്ലേ? അത് ശരി. ക്ലബിലല്ല, ക്ലബില് ഉണ്ട്, എക്സ്പേർട്സ് ഉണ്ട്. ഇപ്പൊ സൺഡേയിലാടി പോകുന്ന ടീമാണ് സൺഡേയിലാടി. ഈ പിന്നെ സംഭവം നല്ല ചെറിയ വീതി ഇല്ലാത്ത റോഡാണ്, പക്ഷെ നല്ല റോഡാണ്. നല്ല വൈബാട്ടോ, സ്ഥലം ഒരേ വൈബ് റോഡാണ്. അപ്പോൾ നല്ല ഭംഗിയിട്ട് നമ്മൾ എന്തോ വേണ്ട ശരിക്കൊരു ബ്രെയിനൊന്ന് ഫ്രീ ആയി, ശരിക്കും ഫ്രീ ആയി. ഞാൻ കുറേ പിള്ളേരൊക്കെ നമ്മുടെ കറങ്ങാനൊക്കെ പോയിട്ടുണ്ടെങ്കിലും എനിക്ക് വൈബ് കിട്ടിയില്ല. ശരിക്കും എങ്ങോട്ടേലും ഇറങ്ങണം നമ്മളെ വൈബില്ല പിള്ളേരോട് മുതലിന്റെ കൂടെ ഇറങ്ങും വൈബ് ഉണ്ടാവുള്ളൂ. ക്യാമറ കറക്റ്റ് ആംഗിളിൽ പിടിച്ചോളി. സ്ഥലം മോനെ ഇത് വിളിച്ചതൊക്കെ ഇതല്ല നമ്മളെ മൂന്നാറിൽ എക്സ്റ്റേറ്റിലൊക്കെ പോണൊരു ഭീകരം. ആൾക്കാർ ഇതൊന്നും അറിയില്ലല്ലോ. പക്ഷെ ഇതിനകത്ത് രണ്ടാമത്തെ കാരണമല്ല, ആളെ വേറെ സ്ഥലങ്ങളുണ്ട്, ആൾക്കെല്ലാം അറിയാം, എല്ലാ ഏരിയ അറിയാം. ഇതേ മൂന്നത്ത് കറങ്ങിട്ട് ഇത്തരിക്കണോ നേരെ കൂടെ ആ ഏരിയ അറിയില്ലല്ലോ. ഇതെന്താ പാവൽ, വെള്ളരിപ്പാവൽ. അതെ, നമ്മള് പോവാൻ ഉദ്ദേശിച്ച സ്ഥലം നമ്മളവിടുന്ന് ഇറങ്ങിയില്ല സംഭവം. കാരണം എന്താ വെച്ചാൽ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഫുള്ള് കണ്ടോ, തേയില ഫുള്ള് കട്ട് ചെയ്ത് ഫുള്ള് ഡ്രൈ ആണ്. ബംഗ്ലാവ് നമ്മൾ ഉദ്ദേശിച്ചൊരു ബംഗ്ലാവ് ഉണ്ട്, അതിന്റെ ബാക്കിലാണെങ്കിൽ പച്ചപ്പ. ഇതിനവിടെ ഇപ്പൊ കാശുണ്ട്, പണ്ട് കാറ്റില്ലേ ഇപ്പൊ കാശ് വാങ്ങിട്ട് 50 രൂപ. അപ്പൊ നമ്മൾ എന്തായിട്ട് ഇറങ്ങിയില്ല. അന്യായ വ്യൂ ആട്ടോ. ഇതൊന്നും ഇവിടെ ഈ ഏരിയ ഞാൻ പറഞ്ഞിട്ടില്ല. എന്തായാലും പോന്ന നന്നായി. പോന്നിട്ട് എന്തെങ്കിലും നന്നാവാതെ വെച്ചിട്ടുണ്ടോ? അതില്ല, അതല്ല വൈബില്ല. നമ്മളാ ഒരേ വൈബില്ല ആൾക്കാരാകുമ്പോ രസാടാ. ഓനെ ഒരേ ഇത് കാട്ടുപോത്തല്ലേ, വളത്തിന് പോത്താ? ഇത് കണ്ടോ ചെയിം അടിച്ചിട്ടില്ലേ? നമ്മള് വണ്ടിയിൽ എണ്ണ അടിച്ച് ഭാരതിന്ന് കീഴടിച്ച് പവറാക്കി തരും. എണ്ണ ഓൾറെഡി ഉണ്ട്, നമ്മൾ എന്തായാലും അടിച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനെ വണ്ടി അടിക്കുന്നത് കാരണം ഇതിലിട്ട ട്രാഫിക് കൂടി ബോട്ടാണ്. കഷ്ടപ്പാടാണ് ട്രാഫിക്. കുറെ കോഫി ഷോപ്പ് ഉണ്ട്, ഈ കോഫി അടിക്കാൻ നമ്മള് കോഫി ഓർഡർ ചെയ്തത്. ആ കോഫി അശ്മിൽ ഇവിടെ ഇരിക്കുന്നു. നല്ലൊരു ഇത് വാങ്ങി, പരിപ്പ് വള, നല്ല അടിച്ചുണ്ടാവും. ബ്ലേഡ് കനത്തിലാക്കിയിട്ട് നല്ല സോഫ്റ്റ് ആകുമ്പോൾ അടിപൊളി. എന്താ പറയാ, അടിപൊളി അല്ലാകുമ്പോൾ ആനമൂട് അടിപൊളി ആകുമ്പോൾ നല്ല കോഫി. ടൗണിനൊക്കെ പോകുന്നത് ഏകദേശം ഇതേതാണ് നമ്മൾ കൂടുതൽ പിന്നെ റൂട്ടിൽ പൊക്കോണ്ടിരിക്കും. മണ്ണോണ്ടുണ്ടാക്കിയ വീടുകളാണ് കാണുന്നത്. ഫുള്ള് എന്താ പറയുക, മണ്ണോണ്ടുണ്ടാക്കിയ വീടാണ് ഈ കാണുന്നത്. വേറെന്താ പോകാൻ
ബിൽഡിങ്ങുകളും ലെവലല്ലേ, ഒരു 6 ലെവൽ സ്ഥലം. നമ്മൾ ടീ അടിക്കാൻ വേണ്ടി നിർത്തി കേട്ടോ. ഒരു വൈബ് സ്പോട്ട്, ഒരു 3 കൂടി സ്ഥലമുണ്ട് ടീ അടിക്കാൻ വേണ്ടി നിർത്തിയാണ്. സംഭവം ഒരേ വൈബ് എന്താ, ഫുള്ള് തേയില, നല്ല കിടുക്കാച്ചി ചായ, ഷോർട്ട് ചായ, നല്ല തുനിമ്, പിന്നെ വിത്ത് ഫ്രണ്ട്സ്. ഒരു രക്ഷയില്ല. ചായ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല കട്ടിപ്പാലിൽ നല്ല കട്ടിപ്പൊടിയൊക്കെ ഇട്ട് വിത്തൗട്ട് കണ്ട കളർ ഉണ്ട് ഇതിൻ്റെ, അന്യായം. ഹേയ് സാധനം ഉണ്ടല്ലോ, മധുരട്ട് ഞാൻ റോ ടേസ്റ്റിനെ പോയി കിട്ടും. ശരിക്കും ചായയുടെ ടേസ്റ്റ് എന്ന് പറഞ്ഞത് മധുരടാ തന്നെ കുടിക്കണം. ഇറങ്ങോളാം, ശരിക്കും ചായപ്പൊടിയുടെ ഫ്ലേവർ നമുക്ക് ഫീൽ ആവും. അടിപൊളി. ജാക്കറ്റൊക്കെ തണുപ്പുള്ള ജാക്കറ്റ്, നിലമ്പൂരിലെ പിള്ളേരാട്ടോ, പോലെ സ്ഥലല്ലേ. അതുപോലെ തന്നെ ആ വളവും ചെറിയ ഇടുങ്ങിയ കടകൾ, വീടുകൾ. ഓ ഹോ ഹോ, ആ മരങ്ങളിലെ അടിപൊളി, ഒരു രക്ഷയില്ല. കണ്ണാപ്പീസ് ഉണ്ട്, കുരങ്ങന്മാര്. വൈബ് ഡാമിലോ ഒരേ പൊള്ളി ഡാമില് ഒരേ വൈബ്. വെള്ളം കഴിഞ്ഞ് ഡ്രൈ ആയിട്ടുണ്ട്. ഉള്ള സ്ഥലം കേട്ടോ, വളവാണ്. സ്ഥലങ്ങളുണ്ട്, വീട്ടുപൊട്ടി ഡാമാകണ വെള്ളം അതൊക്കെ വലിയിട്ടുണ്ടാവും. ബിൽഡിങ്, വീട് ആണെന്നല്ലേ. എണ്ണ ഉണ്ടല്ലോ, നമ്മൾ ജസ്റ്റ് ഒന്ന് സൈഡാക്കിട്ടോ. നമ്മളെ കൂടുതലുള്ള പിള്ളേർ വരുന്നുള്ളൂ. അത് കത്തിച്ചാണോ ഉണ്ട്, കത്തിച്ചോണ്ട് അത് നമ്മളങ്ങനെ നിർത്തിയതാണ്. ഇവിടെ കണ്ടോ തേയില കടന്ന് കത്തുന്നുണ്ട്. ഇവിടെ കണ്ടോ ഈ കാണുന്നത് കഴിയണം, അതാ കാണണ്ടോ തേയില കടന്നിട്ടുണ്ട്. നമ്മുടെ കൂടുതലുള്ള പിള്ളേർ ഫോട്ടോ എടുക്കാൻ എന്തായിട്ട് നിർത്തിയോണ്ട് കാണാനില്ലാകുമ്പോൾ നമ്മളവിടെ നിർത്തി ഫോട്ടോ എടുക്കണമെന്നില്ലല്ലേ, നമ്മളിങ്ങനെ പൊക്കുണ്ടൊക്കെ. അതെ, അങ്ങനെ ഓൺ ദ വേ ആണ്. ഇതാണ് കടകളല്ല, വീടുകളുണ്ടോ, വീടുകൾ. ഇവിടെ ഫുള്ള് വീടുകൾ. അല്ലാതെ മറ്റൊരു പടം ഓർമ്മയുണ്ടോ എനിക്ക്, മറ്റേ അനാമികല്ല, എന്താണ് ഭൂമിക്ക്, അങ്ങനത്തെ ഒരു പേരിലൊരു പടമല്ലേ, തമിഴ് പടം. അതിനകത്ത് ഫുള്ള് ഇങ്ങനത്തെ സ്ഥലങ്ങൾ. അപ്പോൾ ഞാൻ ഇവിടേക്ക് ഷൂട്ട് ചെയ്ത്. പിള്ളേർ വരുന്നില്ല, അത് പിള്ളേരല്ല. നമ്മൾ മഞ്ചൂർ ടൗൺ എത്തിക്കാം. അപ്പോൾ റഷ് ടൗണാണ്. അപ്പോൾ ചെറിയ ടൗണാണ്, റഷാണ് കേട്ടോ. ഇതാണ് മഞ്ചൂർ ടൗണ്. ഇത് പാക്കറ്റ് കാണാം. പക്ഷേ നമ്മൾ ടൗണ് നമ്മളങ്ങനെ പൊക്കോണ്ടിരിക്കുക. നമ്മളെ പിള്ളേർ വന്നിട്ടുണ്ട്, അവരങ്ങനെ പൊക്കോണ്ടിരിക്കാൻ ഫ്രണ്ടില്. ആർമി വണ്ടിയാണല്ലോ, ഇത് ആർമിയുടെ വണ്ടി കേട്ടോ. ക്യാമറ ചാടരുത്. തേയിലയുടെ റോ സ്മെല്ല് ഒരു രക്ഷയില്ല. ശരിക്കും ഭയങ്കര റെക്കോട്ടോ. ചായ ലവേഴ്സ് ഉണ്ടല്ലോ, അവർക്ക് ഇത് ഭയങ്കര ഇഷ്ടം. ചില ആൾക്കാർക്ക് ഇത് ഭയങ്കര കണക്കത്തെ അവസ്ഥ. എനിക്ക് ഇഷ്ടമായിട്ടോ. അപ്പോൾ തേയിലയുടെ അത് മണ്ണിൻ്റെ മണം, അത് ശരിക്കും നേച്ചറിൻ്റെ മണമല്ലോ, അത് ശരിക്കും അതൊരു വേറെ ഭയങ്കര ഇഷ്ടമാണ്. പതുക്കെയാണ് ഓടിക്കുന്നത്, പതുക്കെ പറഞ്ഞിട്ട് ഇതാണോ തേയില. അടിയിൽ വേറെ ബിഗ് മരങ്ങൾ, നൈസ് മൗണ്ട്, ഒരേ വൈബ് വൈബാണ് നമ്മുടെ വീക്ക്നെസ്.
കാട് സെയിം ടൈമിൽ കണ്ട മൗണ്ടൻസ് നല്ല കട്ടക്ക് കാട് ഒക്കെ മരങ്ങൾ നോയിക്കോട്ടെ ഇവിടുന്ന് ഫുള്ള് സ്റ്റേയിൽ എങ്ങനെയല്ലേ ഇത് ഒറ്റടിക്കണ സ്വഭാവം മാറും നോയിക്കോളിട്ടോ ഒറ്റടിക്ക് സ്വഭാവം മാറും വെയിലടിക്കാൻ കണ്ടു കേട്ടോ വൈബിന്റെ കട്ട നല്ല തണുപ്പ് തണുപ്പോട് കൂടി ഇത് കഴിഞ്ഞാൽ നേരത്തെ കളി കേട്ടോ നമ്മള് 34 എയർപ്പിന് കയറിയിട്ട് തിരിച്ച് നമ്മള് 34 എയർപ്പിന് ഇറക്കണം ലഫ്ലി ചെയ്താ കണ്ട ബോർഡ് കണ്ട ഇതേ ബോർഡ് എയർപ്പിനും 34 തിരിച്ചിറങ്ങണം മഞ്ഞായ പക്ഷെ വൈബാണ് അപ്പൊ അതേക്കെ പോവാണെങ്കിൽ ഒരു സാധനം കാണിച്ചിട്ടാ ഇതുണ്ടോ റോഡ് പിള്ളേരൊക്കെ കൂടെ നമ്മളെ വഴിയിൽ നിന്ന് കിട്ടിയ പിള്ളേരാട്ടോ നമ്മുടെ നിലമ്പൂരിലെ പിള്ളേരാണ് ഉണ്ടോ ബോട്ട് ഇട്ടിട്ടേ നടക്കാൻ കുറച്ച് പ്രയാസമാണ് മോനെ കൈയല്ല പെയ്യണം സോക്ക് ചെയ്യാൻ നോർമലി സോക്സ് ഇട്ടത് സോ വെള്ളച്ചാട്ടം കണ്ടോ ഒരു രക്ഷ കേട്ടോ അട്ടുണ്ടോന്ന് അറിയില്ല കണ്ടോ അന്യായം ഒരേ പൊളി കേട്ടോ ഒരു വണ്ടി വരുന്നുണ്ട് ചെറിയ ഇടുങ്ങിയ റോഡാണ് കാറൊക്കെ ഒന്നും അതിൻ്റെ സീനില്ല പക്ഷേ ബൈക്ക് ലോറി വന്ന സീനാണ് നമ്മളങ്ങനെ ഓണത്തെ വേണം പിള്ളേരിങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് കശ്മീരിൽ അപ്പം മറ്റേ വണ്ടി ഓടിച്ചിട്ടുണ്ട് അന്യായ വൈബാട്ടോ ഒരു രക്ഷയില്ല ബ്യൂട്ടിഫുൾ അപ്പോഴത്തെ ചാർജ് കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് നമ്മളെ കിണ്ണക്കുറയ്ക്ക് കൊണ്ടുവയ്ക്കണം ഇതാണ് കിണ്ണക്കുറയ്ക്ക് പോകാനുള്ള വഴി നമ്മൾ ഒരു സ്ഥലത്ത് ഇങ്ങനെ വീഡിയോ എടുക്കാൻ ഫോട്ടോ എടുക്കാൻ നിർത്തിയാണ് ഒരേ വൈബ് അച്ഛന്മാരെ നമ്മൾ കാട്ടിൻ്റെ ഉള്ളിൽ കൂടി നിഗൂഢമായ വനത്തിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് അഷ്ടിലാണ് ഫ്രണ്ടിൽ വണ്ടി ഓടിക്കണത് ഞാൻ എൻ്റെ വണ്ടി ഞാൻ മാരെ കേട്ടോ ഭീകരം കൊടും ഭീകരം എൻ്റെ പൊന്നടവേ അന്യായം സെറ്റാട്ടോ നല്ല മഞ്ഞളുടെ യൂക്കാലിയുടെയും രണ്ടും കൂടെ ചേർന്ന പ്രത്യേക സ്മെല്ല് നല്ല ചെറിയ റോഡ് ഞാൻ വൈക് ഐ ലവ് ഇറ്റ് ലവ്ലി നല്ല സ്മെല്ലുണ്ട് ഡാർക്ക് സ്മെല്ലുണ്ട് തോണ് ആനയുടെ ഒക്കെ ആയിരിക്കാം സ്മെല്ല് പിന്നെ ഫുള്ള് നിഗൂഢതയാണ് കേട്ടോ നല്ല ക്ലൗഡി ക്ലൈമറ്റ് അല്ല ഞാൻ അതില്ല ക്യാമറയില ക്ലൗഡി ക്ലൈമറ്റാണ് നല്ല സ്മെല്ലുണ്ട് ഐ ഫീൽ ഷെറഫൻ്റെ ഒരു സ്മെല്ലുണ്ട് അപ്പോൾ പണ്ട് കാട്ടിൽ പോകുമ്പോൾ ആന ഉണ്ടാകുമ്പോൾ ആനക്കൂരിട്ടും അതിൻ്റെ ഒരു സ്മെല്ല് ആന അല്ലെങ്കിൽ കാട്ടി എന്തെങ്കിലും ജീവികളുടെ തോന്നുന്ന ആനയാണ് നല്ല സ്മെല്ലുണ്ട് പക്ഷെ ഇവിടെ ബോർഡൊന്നുമില്ല ഇലക്ട്രിക് പോസ്റ്റിൽ അങ്ങനെ ഒന്നും നല്ല തിക്ക് ഡീപ്പ് കാടാട്ടോ ഓക്കെ അല്ലേ ഗൈസ് നമ്മളെ
കിന്നക്കോരെത്തി കിന്നക്കോര അല്ലേ ചിന്നക്കോര അല്ലേ കിന്നക്കോരെത്തി കിന്നക്കോരെത്തി. ഇവിടെ എന്താ അമ്പലത്തിൽ എന്തോ പരിപാടി. ബാറ്ററി ഇല്ല. നമ്മളൊരു വില്ലേജിലെത്തി കേട്ടോ. വില്ലേജ്